സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ടോപ്പിക് ഇൻറ്ററപ്റ്റ് റെസ്പോൺസ് ഇൻ 8086. ഒബ്ജക്റ്റീവ്: ഡിസ്ക്രൈബ് ദി ഇൻറ്ററപ്റ്റ് റെസ്പോൺസ് ഇൻ 8086. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8086ൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻറ്ററപ്റ്റ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ ഈ ഇൻറ്ററപ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്ററപ്റ്റ് വരുമ്പോൾ 8086 എന്ന മൈക്രോ പ്രോസസ്സർ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഇൻറ്ററപ്റ്റ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് മൈക്രോ പ്രോസസ്സർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ അത് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഡയഗ്രാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്ന പ്രോസസ്സാണ്, കുറേ പ്രോസസ്സ് 8086 ചെയ്യും ഈ ഇൻറ്ററപ്റ്റിനുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് എക്സ്റ്റേണലി വരാം, അല്ലെങ്കിൽ ത്രൂ പ്രോഗ്രാം എഴുതുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഏതെങ്കിലും ഒരു ഇവൻറ്റ് വെച്ചിട്ട് ഇൻറ്ററപ്റ്റ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും മെയിൻ ലൈൻ പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്താണ് ഇൻറ്ററപ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് ഈ ഒരു ബ്ലോക്കിനകത്ത് കാണിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഞാനൊന്ന് പറയാം, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പുഷ് ഫ്ലാഗ്സിനെയൊക്കെ പുഷ് എന്ന് പറയുമ്പോഴേ അറിയാം ഇത് സ്റ്റാക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് അല്ലേ. പുഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പുഷ് എന്ന്. അപ്പോൾ ഫ്ലാഗിനെയൊക്കെ നമ്മൾ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്, ട്രാപ്പ് ഫ്ലാഗ് ഇതൊക്കെ ക്ലിയർ ചെയ്യും. പിന്നെ എന്താണ് സി എസ് എന്ന് വെച്ചാൽ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണോ അത്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പോയിൻ്റിൻ്റെ കണ്ടൻറ്റ് എന്താണോ അത്, ഇത് രണ്ടും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അതുപോലെ തന്നെ ISRൻ്റെ അഡ്രസ്സ് ഫെച്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നേരെ എന്തിലേക്ക് പോകുന്നു, ഇൻറ്ററപ്റ്റ് സർവീസ് പ്രൊസീജിയർ. അപ്പോൾ വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒരു ഇൻറ്ററപ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഇൻറ്ററപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പ്രോഗ്രാം എഴുതി ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് മൈക്രോ പ്രോസസ്സറിൽ, അതിൻ്റെ മെമ്മറിയിൽ. അപ്പോൾ ഏത് ഇൻറ്ററപ്റ്റാണോ വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് IRET എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, ഇൻറ്ററപ്റ്റ് റിട്ടേൺ. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് എന്താണ് മെയിൻ ലൈൻ പ്രോഗ്രാമിലേക്ക് പോയിൻ്ററിന് തിരിച്ചു പോകണം. അപ്പോൾ അത് തിരിച്ചു പോകുന്നതിന് മുമ്പ് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ വരും, സ്റ്റാക്കിൽ വന്നിട്ട് നേരത്തെ പുഷ് ചെയ്ത സംഗതികളൊക്കെ റീഡ് ചെയ്യും, ചില പോപ്പ് ചെയ്ത് എടുത്തുകൊണ്ടാണ് തിരിച്ച് എവിടേക്ക് പോകുന്നത്, മെയിൻ ലൈൻ സ്ട്രീമിലേക്ക് തിരിച്ച് വീണ്ടും പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ പ്രോസസ്സർ 8086 ഒരു മെയിൻ പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കാം ഒരു ഇൻറ്ററപ്റ്റ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരത്തെ സ്റ്റാറ്റസ് എന്നുവെച്ചാൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോസസ്സറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്, സ്റ്റാറ്റസ് രജിസ്റ്ററായ ഫ്ലാഗ് രജിസ്റ്ററിലാണ്. അപ്പോൾ അത് ഇപ്പം പ്രോസസ്സറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലാഗ്സ് ആണ്. എന്നുവെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ 0 വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാരി ജനറേറ്റഡ് ആയിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതാണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലാഗ്സിനെയൊക്കെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. കാര്യം എന്താ, ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്മോൾ പ്രോഗ്രാമാണ്, ഒരു ഡിഫറെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം എവിടെയാണോ ഈ പ്രോഗ്രാം നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് പോയി ആ പറഞ്ഞ ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് വേണം, നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ബാലൻസ് ആയിട്ട് വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ സ്റ്റാറ്റസ് എന്താണോ ആ സ്റ്റാറ്റസ് റീസ്റ്റോർ ചെയ്തുകൊണ്ട് വേണം, തിരിച്ചെടുത്തുകൊണ്ട് വേണം വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എറർ വരും. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പോയത് എവിടെയാണോ അവിടേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അവിടേക്ക് തന്നെ എങ്ങനെ തിരിച്ചു വരാൻ പറ്റുക, പോയതെന്ന് പറയുമ്പോൾ എന്താണ്, ആ പോകുന്ന സമയത്തുള്ള എന്താണ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൻ്റെ കണ്ടൻറ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആ മെമ്മറിയിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിസിക്കൽ അഡ്രസ് ജനറേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്, കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് IP ആണ്, CS ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ IP എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പോയിൻ്റ് ആണ്, അതാണ് ഓഫ്സെറ്റ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത്. ബേസ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് CS രജിസ്റ്ററാണ്. അപ്പം CS രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണോ അതും IPയുടെ വാല്യൂ എന്താണോ ഇത് രണ്ടും വെച്ചാൽ ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും ഇത് രണ്ടും കൊണ്ടുവന്ന് അപ്പം ഇരിക്കണം, ചില കറണ്ട് അഡ്രസ്സ് ഏതാണോ അത് കൊണ്ടുവന്ന് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്തിട്ടാണ് എവിടെ പോകുന്നത്, ഈ ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകും. എന്നിട്ട് ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം വൺസ് അത് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷനാണ് റിട്ടേൺ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, IRET റിട്ടേൺ ആണ്.
ഇൻട്രപ്റ്റ് റിട്ടേൺ ചില തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്ത് വേണം? നേരത്തെ നമ്മൾ സ്റ്റാക്കിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നത്? കറണ്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഐ പിയുടെ വാല്യൂവും സി എസിൻ്റെ വാല്യൂവും അതെടുത്തെങ്കിലേ നമുക്ക് നേരത്തെ എവിടെയായിരുന്നോ മെമ്മറി അവിടേക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് രണ്ടും അവിടെ നിന്ന് റീഡ് ചെയ്തെടുക്കും. റീഡ് ചെയ്യുന്നതിന് ഇവിടെ പറയുന്നതാണ് പോപ്പ് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ പോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫ്ലാഗിനെ നമ്മൾ ആദ്യം പുഷ് ചെയ്തല്ലോ, അതിനെ എന്ത് ചെയ്യും? തിരിച്ച് റീസ്റ്റോർ ചെയ്യും. തിരിച്ച് ആ ഫ്ലാഗിനെ തിരിച്ച് അങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് എവിടേക്ക് പോകുന്നത്? വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് പോകും. ഇതാണ് ശരിക്കും ഒരു ഇൻട്രപ്റ്റ് വരുമ്പോൾ മൈക്രോ പ്രോസസ്സർ ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഓരോരോ പോയിന്റ് ആയിട്ട് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യണേ? ഇറ്റ് ഡിക്രിമെൻറ്റ് സ്റ്റാക്ക് പോയിന്റർ ബൈ 2 ആൻഡ് പുഷസ് ദ ഫ്ലാഗ് രജിസ്റ്റർ ഓൺ ദ സ്റ്റാക്ക്. അപ്പോൾ ഇത് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നത് ഒരു ബാരൽ ടൈപ്പ് മെമ്മറിയാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നത്? എങ്ങനെയാണ്? എപ്പോഴും സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ മെമ്മറിയെ പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ്. എല്ലാ മെമ്മറിക്കും ഓരോ പോയിന്റർ ഉണ്ട്. സ്റ്റാക്ക് മെമ്മറിയെ പോയിന്റ് ചെയ്യുന്നതാണ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്റർ 2 വട്ടം ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. കാര്യം എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. ഒരു മെമ്മറി ലൊക്കേഷനിൽ 8 ബിറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാക്കിൻ്റെ 2 ലൊക്കേഷനിലായിട്ട് വേണം ഫ്ലാഗ് രജിസ്റ്ററിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. കാര്യം 16 ബിറ്റ് അല്ലേ, അപ്പോൾ 8 വീതം സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ ടോപ്പിനെ പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 2 വട്ടം ഡിക്രിമെൻറ്റ് ചെയ്തെങ്കിൽ ആ 2 പോയിന്റിലേക്ക് നമുക്ക് 2 മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് എന്താണ്? ഇറ്റ് ഡിസേബിൾസ് ദ INTR ഇൻട്രപ്റ്റ് ഇൻപുട്ട് ബൈ ക്ലിയറിംഗ് ദി ഇൻട്രപ്റ്റ് ഫ്ലാഗ് ഇൻ ദ ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ്. അതിനകത്തുള്ള ഒരു ബിറ്റാണ് IF എന്ന് പറയുന്നത്, ഇൻട്രപ്റ്റ് ഫ്ലാഗ്. ചില ഇൻട്രപ്റ്റ് ഫ്ലാഗിൽ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്ന ഇൻട്രപ്റ്റിനെ എല്ലാം പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ, ഇനേബിൾ ആവും. ഇൻട്രപ്റ്റ് ഇനേബിൾ ആക്കുന്നതാണ് 1 കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നിരിക്കുകയാണ്, അന്നേരം ഈ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അന്നേരം ഇനി എന്ത് ചെയ്യണം? ആ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന വരെ വേറെ ഇൻട്രപ്റ്റ്സ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഇൻട്രപ്റ്റ് ഫ്ലാഗിനെ ഡിസേബിൾ ആക്കി വെക്കും. അവിടെ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്തിടും. ചില അവിടെ 0 കൊടുക്കും. IF എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഇൻട്രപ്റ്റ് ഫ്ലാഗിൻ്റെ IF എന്ന് പറയുന്ന പൊസിഷനകത്ത് 0 സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താണ്? വേറെ ഉള്ള ഇൻട്രപ്റ്റ്, ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഇൻട്രപ്റ്റിനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അത് ഡിസേബിൾ ആക്കി ഇടും. അടുത്ത എന്താണ്? ഇറ്റ് റീസെസ് ദ ട്രാപ്പ് ഫ്ലാഗ് ഇൻ ദ ഫ്ലാഗ് രജിസ്റ്റർ. അതുപോലെ തന്നെ ഫ്ലാഗ് രജിസ്റ്ററിലെ ഒരു ബിറ്റ് പൊസിഷനാണ് TF എന്ന് പറയുന്നത്. ഇതും എന്ത് ചെയ്തിടും? ക്ലിയർ ആക്കിയിടും. കാര്യം ട്രാപ്പ് ഫ്ലാഗ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, പ്രോസസ്സർ ഏത് മോഡിലേക്ക് പോകും? സിംഗിൾ സ്റ്റെപ്പ് മോഡിലേക്ക് പോകും. അതൊരു ഇൻട്രപ്റ്റ് ആണ്. ചില ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. കാര്യം ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് ഓൾറെഡി വരുവാണ്. അപ്പോൾ ഈ 2 എണ്ണവും നമ്മൾ ക്ലിയർ ചെയ്തിടുന്നു. കാര്യം എന്താണ്? ഒരു ഇൻട്രപ്റ്റ് ഇപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്, അന്നേരം അതിനിടയ്ക്ക് വേറെ ഇൻട്രപ്റ്റ്സ് ഒന്നും വേണ്ട, അതുകൊണ്ട്. പിന്നെ അടുത്ത് എന്താ ചെയ്യണേ? ഇറ്റ് ഡിക്രിമെൻറ്റ് സ്റ്റാക്ക് പോയിന്റർ ബൈ 2 ആൻഡ് പുഷസ് ദ കറണ്ട് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ കണ്ടന്റ് ഓൺ ദി സ്റ്റാക്ക്. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിൽക്കുമ്പോഴാണല്ലോ ഇൻട്രപ്റ്റ് വന്നത്. അപ്പോൾ ആ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് ചെല്ലണമെങ്കിൽ ആ മെയിൻ പ്രോഗ്രാമിൽ ഇപ്പം നിന്നെടുത്ത് തന്നെ തിരിച്ച് ചെല്ലണ്ടേ? അപ്പോൾ എന്ത് വേണം? ഇപ്പോൾ എവിടെയാണോ നിൽക്കേണ്ടത് ആ കറണ്ട് അഡ്രസ്സ് അത് എവിടെ ഉണ്ടാവും? കറണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? CS-ൻ്റെയും IPയുടെയും വാല്യൂ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു? CS എന്ന് പറയുന്നത് എന്താണ്? കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ 16 ബിറ്റ് രജിസ്റ്റർ ആണ്. അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ലൊക്കേഷൻ വേണം? 2 ലൊക്കേഷൻ വേണം. അഗെയിൻ അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്ക് പോയിന്ററിനെ വീണ്ടും 2 വട്ടം ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് CS-നെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും സ്റ്റാക്ക് പോയിന്റിനെ 2 വട്ടം ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് IPയുടെ വാല്യൂ അതൊരു 16 ബിറ്റ് ആണ്, അത് നമ്മൾ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യണത്? അപ്പോൾ ഇത് ഇത്രയും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇപ്പോൾ 3 കാര്യങ്ങൾ സ്റ്റോർ ചെയ്തു. ഒന്നെന്ന് പറയുന്നത് ഫ്ലാഗ് രജിസ്റ്റർ ആണ്, അതിനുവേണ്ടി 2 ലൊക്കേഷൻ വേണം. അതുപോലെ തന്നെ IPയുടെ വാല്യൂ, CS-ൻ്റെ വാല്യൂ, അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 6 മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഇൻട്രപ്റ്റ് വന്നല്ലോ, ആ ഇൻട്രപ്റ്റിന് ഒരു ടൈപ്പ് നമ്പറാണ് നമ്മൾ പറഞ്ഞിരുന്നു. 256 ഇൻട്രപ്റ്റ് ആണ് 8086 ഉള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓരോ ഇൻട്രപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പ്രോഗ്രാം നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രപ്റ്റ് വരുമ്പോൾ ആ കറസ്പോണ്ടിങ് പ്രോഗ്രാം ഏതാണോ ആ ഇൻട്രപ്റ്റിൻ്റെ പ്രോഗ്രാം വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? നമുക്ക് വന്നിരിക്കുന്ന ഇൻട്രപ്റ്റിൻ്റെ
കറക്റ്റ് പ്രോഗ്രാം മെമ്മറിയിൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാ ഇൻട്രപ്റ്റിൻ്റെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കും. ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്നാണ് അതിന് പറയാം. അപ്പോൾ ആ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിനകത്തുണ്ട് എന്ത്, ഇൻട്രപ്റ്റിൻ്റെ ഓരോ ഇൻട്രപ്റ്റിൻ്റെയും കറസ്പോണ്ടിങ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ അഡ്രസ്സിനെ എടുക്കുക, എന്നിട്ട് ആ അഡ്രസ്സിനെ എവിടേക്ക്, കാര്യം എന്താ, ആ ഒരു മെമ്മറിയുടെ ഒരു അഡ്രസ്സിനെ പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരൊക്കെ വേണം, സി എസും വേണം, ഐ പിയും വേണം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സി എസിൻ്റെയും ഐ പിയുടെയും വാല്യൂ എന്തിൻ്റെ അഡ്രസ്സായിരുന്നു, മെയിൻ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സായിരുന്നു. അത് നമ്മൾ സേഫായിട്ട് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്ന ഏത് അഡ്രസ്സാണ്, നമ്മുടെ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിൻ്റെ അഡ്രസ്സാണ്. അതും എവിടെ സ്റ്റോർ ചെയ്യണം, എന്നാലേ അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും കൊണ്ടുവന്ന് ആ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊണ്ടുവന്ന് നമ്മുടെ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിനകത്തും ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിനകത്തും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എന്തുകൊണ്ട് ഇത് മാറ്റി വെച്ചത്, കാര്യം പുതിയ അഡ്രസ്സ് അവിടേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ പഴയത് പോവും അല്ലേ, ഓൾറെഡി പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവും. അപ്പോൾ നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പഴയ അഡ്രസ്സ് ഉണ്ടെങ്കിലല്ലേ പറ്റൂ. അതുകൊണ്ടാണ് അത് കൊണ്ടുവന്ന് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സി എസും ഐ പി എം ടി ആയിരിക്കുകയാണ്, കാര്യം നമ്മളത് സ്റ്റോർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പുതിയ ഇൻട്രപ്റ്റിൻ്റെ അഡ്രസ്സിനെ നമ്മൾ അവിടേക്ക് ലോഡ് ചെയ്യണം. അത് എവിടെയുണ്ട്, അത് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിനകത്തോട്ട് അഡ്രസ്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. ചില ISR എന്ന് വെച്ചാൽ എന്താണ്, ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻട്രപ്റ്റ് പ്രോഗ്രാമിനെ നമ്മൾ പറയുന്ന പേരാണ് ISR, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് പറയും. അപ്പോൾ ഈ ISR ആണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ISR ഓരോ ഇൻട്രപ്റ്റിനും ഓരോ ISR ഉണ്ട്. അപ്പോൾ ഓരോ ഇൻട്രപ്റ്റിനും ഓരോ ISR ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ ISRന് എന്തുണ്ട്, ഓരോ അഡ്രസ്സാണ്. ആ അഡ്രസ്സ് എവിടേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും, സി എസിനകത്തേക്കും ഐ പിക്കകത്തേക്കും സ്റ്റോർ ചെയ്യും. എന്നാലേ അവിടെ പോയിട്ട് ആ മെമ്മറിയിൽ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്നേക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് ഇതാണ്ട് ഇവിടെ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നോക്കി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഫ്ലാഗിനെ പുഷ് ചെയ്യുന്നു, IF TF എന്ന് പറയുന്ന ഫ്ലാഗ്സ് ക്ലിയർ ചെയ്യുന്നു. ദെൻ എന്താണ് ചെയ്യുന്നത്, കോഡ് സെഗ്മെൻറ്റിൻ്റെ ഐ പിയുടെയും വാല്യൂ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ISRൻ്റെ അഡ്രസ്സ് അവിടെ ലോഡ് ചെയ്യുന്നു തിരിച്ച്, എന്ന് വെച്ചാൽ ISRൻ്റെ അഡ്രസ്സ് എടുക്കുന്നു. എന്നിട്ട് നേരെ, അപ്പോൾ ഈ അഡ്രസ്സ് എടുക്കുന്ന എങ്ങോട്ടേക്കാണ് എടുക്കുന്നത്, സി എസിൽ ഐ പിയിലേക്ക് ലോഡ് ചെയ്യുകയാണ്. അപ്പം നേരെ പോയിൻ്റർ എവിടെ പോയി നിൽക്കും, എവിടെയാണോ നമ്മുടെ ഇൻട്രപ്റ്റ് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെ പോയി നിൽക്കും മെമ്മറിയുടെ. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ 1 by 1 ആയിട്ട് ആ ഇൻട്രപ്റ്റ് സർവീസ് പ്രൊസീജിയർ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് എന്താണ്, റിട്ടേൺ വരും. അപ്പോഴത്തേക്ക് തിരിച്ചെന്ത് ചെയ്യും, തിരിച്ചെവിടേക്ക് പോകുന്നു, സ്റ്റാക്കിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച IP CS ഫ്ലാഗ് എല്ലാം തിരിച്ചെടുക്കുന്നു. എന്നിട്ട് എവിടേക്ക് പോകുന്നു, മെയിൻ ലൈൻ സ്ട്രീമിലേക്ക്, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് ഇൻട്രപ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഒരു ഇൻട്രപ്റ്റ് എപ്പോഴും ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്, പ്രോസസ്സർ ഒരു മെയിൻ പ്രോഗ്രാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇൻട്രപ്റ്റ് വരിക. അങ്ങനെ ഒരു ഇൻട്രപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എവിടെയുണ്ട്, ഫ്ലാഗ് രജിസ്റ്ററിലുണ്ട്. അതുപോലെ തന്നെ അതിപ്പോൾ നിൽക്കുന്ന അഡ്രസ്സ് എവിടെയുണ്ട്, സി എസിലും ഐ പിയിലും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും എവിടേക്ക് സ്റ്റോർ ചെയ്യും, സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇൻട്രപ്റ്റ് ഫ്ലാഗ്സ് ആയ 2 എണ്ണം IFഉം TFഉം ക്ലിയർ ചെയ്യും. കാര്യം എന്താ, ഈ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഇൻട്രപ്റ്റ്സ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അത് എല്ലാം ക്ലിയർ ചെയ്തിടും. എന്നിട്ട് എന്ത് ചെയ്യും, ISRൻ്റെ അഡ്രസ്സ്, പുതിയ ഇൻട്രപ്റ്റ് ഏത് ഇൻട്രപ്റ്റ് ആണോ വന്നിരിക്കുന്നത് ആ ഇൻട്രപ്റ്റിൻ്റെ അഡ്രസ്സ് എടുക്കുന്നു. എവിടെ നിന്ന് എടുക്കുന്നത്, ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അവിടെ നിന്ന് എടുക്കുന്നു, എടുത്തിട്ട് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, ആ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. ആ ഇൻട്രപ്റ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇൻസ്ട്രക്ഷനാണ് എന്ത്, റിട്ടേൺ. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നേരെ എവിടേക്ക് വരുന്നു, സ്റ്റാക്കിലേക്ക് തിരിച്ചു വരുന്നു. കാര്യം എന്താ, ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഇൻട്രപ്റ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ സ്റ്റാക്കിൽ എടുത്ത് വെച്ചിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു, ഫ്ലാഗ് രജിസ്റ്ററിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, CS IP വാല്യൂസ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ തിരിച്ച് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തുകൊണ്ട് എവിടേക്ക് പോകുന്നു, മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ IF TF എന്ന് പറയുന്ന എല്ലാം ഇത് വരുന്നതനുസരിച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, താങ്ക് യു.